ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റും വളരെ ഹോട്ട് ആയിട്ടുള്ള ഫാസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീമിയം ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഇതിന്റെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വേരിയന്റ് ആണെന്ന്. ഒന്ന് സെൽഫ് ടോണിൽ യോക്ക് പോർഷൻ ഫുള്ളും വർക്ക്, സെക്കൻഡ് ടൈം വന്നപ്പം ഹെവി ആയിട്ട് ലക്നൗവി, അതായത് ബുള്ളിയൻ റോസ് വർക്ക് ഒക്കെ മൾട്ടി കോമ്പിനേഷൻസിൽ. ഇതിൽ മൾട്ടി കോമ്പിനേഷൻ വീനക്ക് ആണ് ചെയ്തേക്കുക. അപ്പം വീനക്ക് ചോദിക്കുന്നവർക്ക് ഈ ഒരു കൂടുതലും പാർട്ടി വെയർ ആയിട്ട് എല്ലാവരും കൂടുതലും ഈ ഓൾമോസ്റ്റ് ഒത്തിരി പേർക്കും ഈ വീനക്ക് പാറ്റേൺ ഇഷ്ടമാണ്. അപ്പം വീനക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഡിസൈൻ ആണ്. നല്ല ഷെയ്ഡ്സ് കേട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നുണ്ടല്ലേ, എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇതുണ്ട്, എല്ലാം മൾട്ടി കോമ്പിനേഷൻസ് ആണ്. ഇതിൻ്റെ ദുപ്പട്ട കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ദിവസങ്ങളിൽ കണ്ട പാറ്റേൺസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതുണ്ടോ, പിന്നെ ഹാൻഡ് വർക്ക് ഒക്കെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ വർക്ക്, അതിനകത്ത് ഫുള്ളും ഹാൻഡ് വർക്ക്. ഈ ഒരു ബോർഡർ പാറ്റേൺ ഉണ്ട്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് തോന്നുന്നു. ദുപ്പട്ട നല്ല കളർ ഷെയ്ഡ്സുകളാണ് വന്നേക്കുക. ഭയങ്കര എന്താ പറയുക, ഒരു പ്രീമിയം സെറ്റപ്പിലാണ് ഇത് ഫുള്ളും ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ്. ദുപ്പട്ടയാണെങ്കിലും ഒരു ഡിവൽ ടോൺസിലാണ് ചെയ്തത്. അതായത് സെന്ററിൽ കുറച്ചുകൂടെ അതിന്റെ ബേസ് കളറിന്റെ ലൈറ്റ് ടോൺസും ബോർഡേഴ്സ് ഡാർക്ക് ടോണും ആക്കിയേക്കുന്നു. അതിലെ വർക്ക് ആണെങ്കിലും കണ്ടോ, നല്ല ഫ്ലോറൽസ്, അതിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് പോയേക്കുക. ടോപ്പിന്റെ കാര്യം പിന്നെ പറയണ്ട, അത് അതിനേക്കാളും ഹെവി ആയിട്ട് തന്നെ വർക്കും പോയിട്ടുണ്ട്. 1980 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 1980 പ്രൈസ്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള സെറ്റ്സ് ആണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതിന്റെ തന്നെ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ്. അതായത് വി ഷേപ്ഡ് നെക്ക് പാറ്റേൺ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. ഞാൻ അടുത്ത കോമ്പിനേഷൻ ഗ്രീൻ്റെ കോമ്പിനേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. ദുപ്പട്ട സ്റ്റിഫ് ഒന്നുമില്ല കേട്ടോ, ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെറ്റ്സിലൊക്കെ വന്ന അതേ സെറ്റ് തന്നെ, നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. ഹെവി പാറ്റേൺ ആണ് ഇതെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഹെവി ആയിട്ട്, അതായത് ഒത്തിരി ഹൈലൈറ്റഡ് ആകാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽസ്, അതിനകത്ത് ഫുള്ളും ഹാൻഡ് വർക്ക് ആണ്, ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള വർക്ക്. ടോപ്പിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക്. സോ ഇതാണ് അടുത്ത കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷനിൽ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഐറ്റം. പ്രീമിയം സിൽക്ക് ബേസ് ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. അതായത് സിൽക്ക് എന്ന് പറയുമ്പം ടോപ്പും ദുപ്പട്ടയും സിൽക്ക് വേരിയൻസ് തന്നെയാണ്. ദുപ്പട്ടയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് എടുക്കും. ടോപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടെ കട്ടി വരുന്നുണ്ട്, എന്നാൽ സ്റ്റിഫ് അല്ല. നമ്മുടെ ആ ഒരു പ്യൂർ മൊഡാലിൻ്റെ ഒക്കെ സ്റ്റൈലാണ്. കുറച്ച് തണുപ്പ് ഫീലിംഗ് ഉണ്ട്, എന്നാൽ ചെറിയൊരു ഫ്ലോയി പാറ്റേൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫ്ലോയി പാറ്റേണും അത്യാവശ്യം ഒരു തിക്നെസ്, അതായത് കട്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് ടോപ്പിൽ ചെയ്തേക്കുക. സോ അപ്പോൾ അതിലെ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. സിൽക്ക് പ്രീമിയം സിൽക്ക് ബേസ് ഫാബ്രിക് ആണ്. ടോപ്പിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു മുഡാൽ ബേസ് ആണ്. അതായത് കുറച്ചുകൂടെ കട്ടിയുണ്ട്, നമുക്ക് കുറച്ചുകൂടെ തണുപ്പ് ഫീലിംഗ് ആണ്. എന്നാൽ അത്യാവശ്യം ഇങ്ങനെ ഒരു ഫ്ലോയി സ്റ്റൈൽ, സ്റ്റിഫ് അല്ല. അപ്പോൾ ഇങ്ങനെ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫ്നെസ് അല്ല, കുറച്ചുകൂടെ ഫ്ലോയി പാറ്റേൺ, എന്നാൽ അതിൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുക. ദുപ്പട്ട വരുമ്പം സിൽക്കിൻ്റെ തന്നെ അതർ വേരിയൻ്റ് ആണ്. അതായത് ഉണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും. പിന്നെ ടോപ്പും ദുപ്പട്ടയും വരുമ്പം ടോപ്പ് ബേസിൻ്റെ ഡാർക്കും, അതായത് ഡാർക്ക് ടോണും, ദുപ്പട്ടയിൽ വരുമ്പം ഡ്യുവൽ കോമ്പിനേഷൻ, അതായത് സെൻറ്റർ ലൈറ്റും ബോർഡേഴ്സ് ഡാർക്കും ആയിട്ടാണ് ചെയ്തേക്കുക. പിന്നെ നല്ല ഹെവി ആയിട്ട് അതിൽ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽസിന് അതുപോലെ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സിൻ്റെ, നമുക്കിങ്ങനെ കൊണ്ടുവരുന്ന വർക്ക്സ് ഒന്നുമല്ല, വളരെ പ്രീമിയം സെറ്റാണ്. 1980 ആണ് പ്രൈസ്. താങ്ക് യു.